ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ടെറസിൻ്റെ വീട് വെച്ച് അയക്കോട്ടെന്ന് വിചാരിച്ചു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം, ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അറിയാൻ പറ്റാത്ത ഐറ്റം അല്ല നമ്മൾ പരിചയപ്പെടുത്തുന്നത്. സാധാരണ വീട്ടമ്മമാർക്കൊക്കെ അറിയാവുന്ന ഒരു ഐറ്റം ഉള്ളിത്തീയൽ. ഞാനതല്ലേ പറഞ്ഞത്, ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാവുന്ന ഒരു ഐറ്റം തന്നെ. ഒരു പക്ഷേ അറിയാൻ പറ്റാത്തവർ കാണും, അതും ഒരു സത്യ ഒരു കാര്യം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റോട് കൂടി ഒരു ഉള്ളിത്തീയൽ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഉള്ളിത്തീയൽ ചെയ്യുന്നത് കുക്കറിലാണ്. അതാകുമ്പോൾ എളുപ്പമല്ലേ. വാ, ഇപ്പോൾ ആദ്യമേ തന്നെ നല്ലൊരു കുക്കർ എടുക്കുക. ഇതൊരു ഏകദേശം ഒരു 250-300 ഗ്രാം അടുത്തുണ്ട്. ആ ഉള്ളി കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനത് മുറിക്കാതായിരുന്നേ, ഒരു പക്ഷേ മുറിച്ചൊക്കെ രണ്ടായിട്ടൊക്കെ മുറിച്ച് വേണമെങ്കിൽ ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത്, ഇത് വറക്കുന്നൊന്നുമില്ല, ഈ ഉള്ളിക്കകത്തോട്ട് ഈ തേങ്ങാക്കൊത്ത് ഇത് ഇതേപോലെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനാവശ്യമുള്ള പച്ചമുളക് രണ്ടായിട്ടൊന്ന് മുറിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ പച്ചമുളക് നമ്മുടെ ആവശ്യത്തിന് ഇതേപോലെ രണ്ടായിട്ട് മുറിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കോഴിക്കൊക്കെ ഇപ്പോഴാണ് തോന്നുന്നു നേരം വെളുത്ത്. പച്ചമുളക് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടി. ഇപ്പോൾ ഉപ്പ് പൊടിയൊക്കെ നമ്മൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ഗ്ലാസ് വെള്ളം. ഇതുണ്ട് ഇതേപോലെ. ഉള്ളിത്തീയൽ ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്, അത് വേറൊരു രീതി. അതായത് നമ്മുടെ നാട്ടിലുള്ള രീതിയിലാണ് ആ ഉള്ളിത്തീയൽ ചെയ്തിരിക്കുന്നത്. അതായത് ഉള്ളിയൊക്കെ അരിഞ്ഞ് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റി അങ്ങനെ ചേർക്കാം. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് കുക്കറിൻ്റെ അകത്ത് ഉള്ളിയെല്ലാം കൂടിയിട്ട് അല്പം വെള്ളം ഒഴിച്ച് ആദ്യമേ ഉള്ളി ഒന്ന് വേവിച്ചെടുക്കുക. അടുപ്പൊന്ന് കത്തിച്ച ശേഷം നമുക്കിത് അടച്ചിട്ട് നേരെ അടുപ്പത്തിട്ട് കൊടുക്കും. അപ്പോൾ ഇനി ഇത് ഒരു 3 വിസിലൊന്നും അടിക്കട്ടെ കേട്ടോ. 3 വിസിലടിച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങ് നിർത്താം. തൽക്കാലത്തേക്ക് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതിൻ്റെ പ്രഷർ പോയിട്ട് വേണം എടുക്കാൻ. ഇത് വിട്ടിരിക്കട്ടെ. കുക്കർ താഴത്ത് വെച്ചിട്ട് ആ അടുപ്പയിലോട്ട് ഇതേപോലൊരു പാനം കൊടുക്കും. ഒരു തേങ്ങയുടെ പകുതി അതിൻ്റെ പീര ഇതിലോട്ട് മുട്ടിട്ട് കൊടുക്കുക. ഈ തേങ്ങാപ്പീര നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് തേങ്ങ വറുത്തെടുക്കുന്നതിൻ്റെ രീതി അല്ലേ. അപ്പോൾ ആ രീതിക്ക് തന്നെ വേണം നമുക്കത് വറുത്തെടുക്കാം. തേങ്ങ വറക്കുമ്പോൾ നമുക്കറിയാമല്ലോ, എപ്പോഴും ചെറിയ തീയിലാണ് തേങ്ങ വറുത്തെടുക്കുന്നത്. കാര്യം എന്നാൽ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ തേങ്ങ കറക്റ്റായിട്ടത് വറുത്ത് കിട്ടത്തില്ല. കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴും മീഡിയം രീതിയിൽ തീ വെച്ചിട്ട് വേണം തേങ്ങാപ്പീര വറുത്തെടുക്കാൻ. ഇതുപോലത്തെ വറുത്തരച്ച കറി ഏത് ചെയ്താലും തേങ്ങ വറക്കാതെ ഒരു പരിപാടി നടക്കത്തില്ല. അപ്പോൾ ഒരല്പം ക്ഷമയോടുകൂടി, ഇപ്പം ഇത്തിരി ബുദ്ധിമുട്ടിയാണേലും ഈ തേങ്ങ പെതുക്കെ ഇരുന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങയ്ക്ക് വെള്ളമയം ഉണ്ടല്ലോ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നാലേ തേങ്ങാപ്പീരയൊക്കെ നല്ലപോലെ ചുമന്ന് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇത് ചുമക്കെ മൂപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ തേങ്ങാപ്പീരയൊക്കെ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ചുമന്ന് വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളകാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തോട്ട് മല്ലിപ്പൊടിയാണ്, അതും ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഐറ്റമേ നമ്മൾ ചേർക്കത്തുള്ളൂ. കാര്യം മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ ഉള്ളി വേവിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമുക്ക് ഈ തേങ്ങാപ്പീരയ്ക്കകത്ത് കിടന്ന് ഈ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ച് ഒരേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകാതെ ഈ പൊടികളുടെ ആ പച്ചച്ചവയുണ്ടല്ലോ അതൊന്ന് മാറുന്നതിനും വരെ ഇളക്കി കൊടുത്ത് എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ പൊടികളുടെ ആ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി എല്ലാം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും അത് അടുപ്പൊക്കെ നിർത്തിയിട്ട് നമുക്ക് ഈ പാൻ്റെ അകത്തുനിന്ന് ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇതേപോലെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. പാൻ്റെ അകത്തിരുന്നാൽ തന്നെ അത് കറുത്തു പോകും. എന്നിട്ട് ഇത് നേരത്തെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നമുക്ക് ഈ ജാറിനകത്ത് ഇട്ട് കൊടുക്കാം.
ഇത് നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് അരയ്ക്കുന്നതിന് മുമ്പ് ഇത് പൊടിച്ചെടുക്കും. വെള്ളം ഒഴിക്കാതെ വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് പൊടിഞ്ഞു നോക്കണം. ഈ ഒരു രീതിക്ക് ഒന്ന് പൊടിച്ചെടുക്കുക എന്നുള്ള ആദ്യത്തെ ഒരു രീതി. എന്നിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അരച്ചാണ് എടുക്കേണ്ടത്, പൊടിച്ചാൽ മാത്രം പോരാ. അപ്പോൾ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചെങ്കിലേ ഇത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതിനകത്തോട്ട് ഒരു 2-3 സ്പൂൺ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനിയും വേണം നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട്. ഇപ്പം നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമേ തേങ്ങാപ്പീര ഇട്ട് പൊടിച്ചതിൻ്റെ കാര്യം എന്താണെന്നറിയും, നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ടാണ് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുന്നത്. അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ അത് അരയാൻ താമസമാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ താരിയൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് അരഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്ക് തീയലുണ്ടാക്കും. എന്നാ ബാ, ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. പ്രഷർ പോയതിന് ശേഷം ഇവിടെ ഇരിക്കട്ടെ. അടുപ്പൊന്നുകൂടെ കത്തിച്ച ശേഷം നമ്മൾ ഇതേപോലെ ഒരു മൺചട്ടിക്കകത്ത് അത് റെഡിയാക്കും. ഈ ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ തീയൽ വെക്കുമ്പോഴത്തേക്കും അതിനകത്ത് വാളംപുളി ചേർക്കുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷെ ഞാൻ ഇതിൻ്റെ അകത്ത് വാളംപുളി ഒഴിവാക്കും. വാളംപുളി ഇല്ലാതാണ്, പുളിവെള്ളം ഒഴിക്കാതാണ് നമ്മൾ ഈ തീയൽ ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്കൊരു പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ഇപ്പോൾ ഇഡലിയോ അതുപോലെ ദോശയോ പുട്ടോ അതുപോലെ തന്നെ ഏതെങ്കിലും പലഹാരം താവരും ഉണ്ടാക്കുക, അതിനും ഒരു കറിയാവും. പുളി ഒഴിച്ച് കഴിഞ്ഞാൽ അതിന് പറ്റുകയില്ല, ചോറിന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ പുളി ഒഴിവാക്കിക്കൊണ്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽമുളകും കൂടെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചങ്ങോട്ട്. കൂട്ടത്തിൽ ഒരല്പം കറിവേപ്പിലയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ അരപ്പ് അങ്ങോട്ടിട്ട് കൊടുക്കാം. ഇതിനകത്ത് നമുക്കൊരല്പം വെള്ളം ഒഴിച്ച് ഈ അരപ്പ് ഇങ്ങോട്ടെടുക്കും. അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ബാക്കിയുള്ള അരപ്പ് എടുക്കാന്നുള്ളൂ. ആ അരപ്പും വെള്ളവും കൂടെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഈ കുക്കറിനകത്തിരിക്കുന്ന നമ്മളെ തീയൽ ഐറ്റങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു പക്ഷേ അല്പം പുളിവെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. കാര്യം അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെയും അതല്ലാതെ നമുക്ക് പലഹാരത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ഞാൻ ഈ തീയൽ റെഡിയാക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ഒരല്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാൻ എന്തായാലും ശരി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. കറിക്ക് ഉപ്പില്ലെങ്കിൽ എന്ത് കറിയല്ലേ. ഇച്ചിരി ഉപ്പ് കുറവാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമുക്ക് ഉപ്പ് വേണമെന്നുണ്ട് പിന്നെ ചേർത്താൽ മതി. ഇപ്പോൾ ഇച്ചിരി കുറവായതുകൊണ്ട് ഒരല്പം ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അത്ര അരപ്പൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ആ ഉപ്പില്ലാതെ പോയത് ഒരു ലേശം ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇച്ചിരി ഉപ്പ് പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഒന്ന് അടച്ചു വെക്കാം. നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. ഇപ്പം തന്നെ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ട നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഈ അടുപ്പം നിർത്താം. ഉണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീയലല്ലേ അല്ലേ. നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും തീയലുണ്ടാക്കുമ്പോൾ പുളിയൊക്കെ ചേർത്തല്ലേ അല്ലേ. ചേർത്ത് നമ്മൾ ഉള്ളിയൊക്കെ എണ്ണയ്ക്കാട്ട് വഴറ്റി, ഇത് ഒത്തിരി എണ്ണ ഒന്നും ചേർക്കാതെ കുക്കറിൻ്റെ അകത്ത് അടിച്ച് നല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് സാറിന് നമുക്ക് പുളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയത്. 2 ദോശയുണ്ട്. അപ്പം ഈ തീയൽ കൂട്ടി ഇത്തിരി ദോശയില്ല. കാണുമ്പോഴേ അറിയാമല്ലോ, നല്ല ടേസ്റ്റോട് കൂടി. ഒരു കറിയും കൊണ്ട് നമുക്ക് രാവിലത്തേക്കുമായി ഉച്ചക്കത്തെ ചോറിനുള്ളതായി അല്ലേ. അങ്ങനെ ഉണ്ടോ ശംല? കഴിച്ച് നോക്കാം അല്ലേ. ശംല ദോശ ഇട്ടു, നമ്മുടെ തീയൽ വെച്ചു. രാവിലത്തേക്കുള്ളതായി, ഉച്ചക്കത്തേക്കുമായി അല്ലേ.
നല്ല രുചിയുണ്ട് അല്ലേ? നല്ല നല്ല കറി ടേസ്റ്റ് കേട്ടോ, നല്ല കറി. ഇതൊക്കെ ഇതുപോലൊക്കെ ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. നമ്മള് അതിനൊന്നും ചേർക്കാതെ നല്ല ഒരു അടിപൊളി സിമ്പിളായിട്ട് പുളിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ലൊരു കറിയാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാം ചെയ്ത് നോക്കിയോ. ഇപ്പോൾ സാധാരണ നമ്മൾ തീയിൽ വെക്കുന്നതിലും ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ടേസ്റ്റ് തന്നെ കേട്ടോ. അതെനിക്കും തോന്നി കേട്ടോ, എനിക്കും തോന്നി. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്കും കേട്ടോ. ആ ഉള്ളിയെ ആ കുക്കറിനകത്ത് അടിച്ചപ്പം നല്ല സോഫ്റ്റ് ആയ ഉള്ളി അല്ലേ, നല്ല വെന്ത് പോയി. ഒന്നോട് ഇട്ടിട്ട് തന്നെ നല്ല വെന്ത് നല്ല മയമുണ്ട് കേട്ടോ. നല്ല രുചികരമായൊരു കറിയാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കൂ, ധൈര്യമായിട്ട് ചെയ്തു ആണല്ലേ പറയുന്നത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതിന് മുമ്പ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്. ഇത് കഴിക്കട്ടെ.